Hello friends, welcome to another lecture of Make Mechanical Simple. ഇന്ന് ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും നിൽക്കുന്നില്ല. പെട്ടെന്നൊരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്ലൂയിഡ് മെക്കാനിക്സ് എക്സാം ആണ്. അപ്പോൾ എനിക്ക് കുറേ പേര് വാട്സപ്പിലൊക്കെ ഡൗട്ട് ചോദിച്ച് ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഇതിൽ കുറേ പേര് കോമൺ ആയിട്ട് ചോദിച്ചൊരു കാര്യമാണ്, സാറേ ഈ റിപ്പീറ്റിംഗ് വേരിയബിൾസ് സെലക്ട് ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്, അതിനെന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ആക്ച്വലി ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഞാൻ അതൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയാൽ 10 മിനിറ്റിലൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ബിസി ആയിരിക്കും, പ്രിപ്പറേഷനിലായിരിക്കും എന്നറിയാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഈ ലെക്ചർ ദീർഘിപ്പിക്കുന്നില്ല. വിൽ കം ടു ദ ടോപ്പിക് ഡയറക്റ്റ്ലി. സോ റിപ്പീറ്റിംഗ് വേരിയബിൾസ് എങ്ങനെ സെലക്ട് ചെയ്യാം? നമുക്കറിയാം, ഒരു പൈ ടേമിൽ ടോട്ടൽ എത്ര വേരിയബിൾ ഉണ്ടാവും? ഈച്ച് പൈ ടേം കണ്ടെയ്ൻ m+1 വേരിയബിൾസ്. അതിൽ m എന്ന് പറയുന്നത് എന്താണ്? m ഈസ് ദി നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദി നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ്, റൈറ്റ്? അപ്പോൾ എം എത്ര ഉണ്ടോ? യൂഷ്വലി 3 ഒക്കെയാണ് വരിക. കാരണം നമുക്കറിയാം MLT ആണ് യൂഷ്വലി നമുക്ക് വരുന്ന ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ്, അല്ലേ? അപ്പോൾ യൂഷ്വലി നമുക്ക് 3 ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് ആണ് മിക്ക പ്രോബ്ലത്തിലും ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആണ് മിക്ക പ്രോബ്ലത്തിലും ഉണ്ടാവുക. ഇനി ഇൻ കേസ് ഏതെങ്കിലും പ്രോബ്ലത്തിൽ 2 ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് മാത്രമേ ഉള്ളൂങ്കിൽ അപ്പോൾ 2 റിപ്പീറ്റിംഗ് വേരിയബിൾസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഞാനിവിടെ 3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ 3 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് KTUവിൻ്റെ കഴിഞ്ഞ 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 തവണയും ചോദിച്ചിട്ടുള്ളത് പ്രൂവ് ദാറ്റ് മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് മീൻസ് അവർ തന്നെ ഫൈനൽ ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഒരു തവണ മാത്രമാണ് ഡിസ്ക്രിപ്റ്റീവായിട്ട് ചോദിച്ചിട്ടുള്ളത്. അഥവാ ജസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദി ഫൈനൽ റിലേഷൻഷിപ്പ് അവർ തന്നിട്ടുണ്ടാവില്ല. പക്ഷെ 3 തവണയും ചോദിച്ചത് എങ്ങനെയാണ്? ഫൈനൽ റിലേഷൻഷിപ്പ് അവർ തന്നെ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ആക്ച്വലി റിപ്പീറ്റിംഗ് വേരിയബിൾസ് നിങ്ങൾക്ക് കണ്ണും പൂട്ടി സെലക്ട് ചെയ്യാം. കാരണം ഞാൻ ഓരോ എക്സാമ്പിളായിട്ട് പറയാം. സി ഫസ്റ്റ് വൺ, ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇതെൻ്റെ പ്രീവിയസ് ലെക്ചറിൽ ഞാൻ ചെയ്തതാണ്. ഇത് കംപ്ലീറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ റിപ്പീറ്റിംഗ് വേരിയബിൾ സെലക്ട് ചെയ്തിരിക്കുന്നത് റോ VL ആണ്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തു? ഇനി സെക്കൻഡ് പ്രോബ്ലം നോക്കാം. സെക്കൻഡ് പ്രോബ്ലത്തിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് റോ ND ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തു? ആദ്യം നമുക്ക് ഈ 2 പ്രോബ്ലം നോക്കാം. ഓക്കെ, സി റിപ്പീറ്റിംഗ് വേരിയബിൾസ് സെലക്ട് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഒരു ഫൈനൽ റിലേഷൻഷിപ്പിൽ നമുക്കൊരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും. ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നതാണ് Rഉം Pയും F ഒക്കെ, റൈറ്റ്? കാരണം ഇതിനുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ ഈ വേരിയബിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ക്വാണ്ടിറ്റി കണ്ടോ നിങ്ങൾ? റോ V²L², അതുപോലെ ഇവിടെ റോ N³ D⁵ ഇൻറ്റു എ ഫംഗ്ഷൻ ഓഫ് സം അതർ ഡയമെൻഷൻലെസ് ടേം. ഇങ്ങനെയാണ് നമുക്ക് യൂഷ്വലി തരാറുള്ളത്. ഇപ്പോൾ ഇൻറ്റു എ ഫംഗ്ഷൻ ഓഫ് ഇവിടെ 1 2 3 4 4 ഡയമെൻഷൻലെസ് ടേംസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത്, ഇങ്ങനെയാണ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ടേംസ്, അഥവാ ഈ ഡിപ്പെൻഡൻറ്റ് ടേമിൻ്റെ കൂടെ ആക്ച്വലി വരുന്ന ടേമാണിത്. നമുക്കൊരു പൈ ടേം എന്ന് പറയുന്നത്, ഇവിടെയുള്ള പൈ ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂഷ്വലി R/റോ V²L² എന്നായിരിക്കും. നമ്മൾ ഈ ഡിനോമിനേറ്ററിലുള്ള സാധനത്തിനെ അങ്ങോട്ട് RHSലേക്ക് കൊണ്ടുവന്നതാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ കൂടെ വരുന്ന വേരിയബിൾസാണ് റിപ്പീറ്റിംഗ് വേരിയബിളായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഈ പ്രോബ്ലത്തിൽ Rൻ്റെ കൂടെ വരുന്ന വേരിയബിൾസ് ആരൊക്കെയാണ്? റോ VL ആണ് നമ്മളുടെ റിപ്പീറ്റിംഗ് വേരിയബിൾസിൻ്റെ ചോയ്സ്. ഓക്കെ, അതേപോലെ ഈ പ്രോബ്ലത്തിൽ Pൻ്റെ കൂടെ വരുന്ന വേരിയബിൾസ് ആരൊക്കെയാണ്? റോ N³ ആൻഡ് D³ ആണ്. അപ്പോൾ റോ ND ആണ് നമ്മളുടെ റിപ്പീറ്റിംഗ് വേരിയബിൾസിൻ്റെ ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് തന്നിട്ടുണ്ട്. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് കാണിക്കാം. സി ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ദ വേരിയബിൾസ് കൺട്രോളിംഗ് ദി മോഷൻ ഓഫ് എ ഫ്ലോട്ടിംഗ് വെസൽ ത്രൂ വാട്ടർ ആർ ദി ഡ്രാഗ് ഫോഴ്സ്, സ്പീഡ് V ആൻഡ് ലെങ്ത് L, ഡൈനാമിക് വിസ്കോസിറ്റി μ and density rho and acceleration due to gravity G. Derive an expression for drag force by dimensional analysis. പക്ഷേ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. Hence show that the drag force is a function of Reynolds number and Froude's number. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ റെയ്നോൾഡ്സ് നമ്പറും ഫ്രോഡ്സ് നമ്പറും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കാം, ഇതൊരു പൈപ്പല്ല, ഇതൊരു ഫ്ലോട്ടിംഗ് വെസലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെയ്നോൾഡ്സ് നമ്പർ ഇവിടെ എന്തായിരിക്കും? റോ VL/μ ആയിരിക്കും. അതേപോലെ ഫ്രോഡ്സ് നമ്പറിൻ്റെ വാല്യൂ നമുക്കറിയാം. ഫ്രോഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ എന്താണ്? V/√LG ആണ് ഫ്രോഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ, റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ടേംസിൽ നമുക്ക് ഡ്രാഗ് ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യണം. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇങ്ങനൊരു ഇക്വേഷൻ ഡയറക്റ്റ് തരുന്നതിന് പകരം അവർ ഡിസ്ക്രിപ്റ്റീവായിട്ട് തന്നു എന്നേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ എഫിൻ്റെ കൂടെ എന്തെങ്കിലും ടേം ഉണ്ടോ എന്ന് അറിയത്തില്ല. നമുക്ക് ആകെ എഴുതാൻ പറ്റുന്ന എന്താണ്, എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് റെയ്നോൾഡ്സ് നമ്പർ ആൻഡ് ഫ്രോഡ്സ് നമ്പർ. ഇത് മാത്രമാണ് ഇവിടെ എഴുതാൻ പറ്റുക. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ടേംസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് അത് റിപ്പീറ്റിംഗ് വേരിയബിൾ ആയിട്ട് ചൂസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഇവിടുത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആസ് ഫാർ ആസ് പോസിബിൾ ഈ ഡയമെൻഷൻലെസ് ടേംസ് ഉണ്ടല്ലോ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഡയമെൻഷൻലെസ് ടേംസിൻ്റെ ഡിനോമിനേറ്ററിലുള്ള ക്വാണ്ടിറ്റീസ് നിങ്ങൾ റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആയിട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കാം. സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാ റിപ്പീറ്റിംഗ് വേരിയബിൾസിൻ്റെ നമ്മളൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണത്? അതിൽ ജോമെട്രിക് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം, ഫ്ലോ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം, അതേപോലെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് മ്യൂവും എല്ലും ജിയും. അപ്പോൾ ഞാൻ എൽ ജി മ്യൂ സെലക്ട് ചെയ്തു. ഇവിടെ സി എല്ലിന് ജോമെട്രിക് പ്രോപ്പർട്ടി ഉണ്ട്, ജി ഫ്ലോ പ്രോപ്പർട്ടി ഉള്ളതാണ്, അഥവാ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ഉള്ള ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എൽ ജി മ്യൂ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയമെൻഷൻലെസ് ടേംസിൻ്റെ ഡിനോമിനേറ്റർ അനലൈസ് ചെയ്യുക. ഓക്കെ, അതിൽ കോമൺ ആയിട്ട് വരുന്നത് സെലക്ട് ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ ഇവിടെ കുറേ ടേംസ് ഉണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ വരും. ഞാൻ അങ്ങനത്തെ എക്സാമ്പിൾസ് പറയാം. ഇനി നമുക്ക് ഇവിടെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കൂ. ഇവിടെ ജോമെട്രിക് പ്രോപ്പർട്ടി ഉണ്ട്, ഫ്ലോ പ്രോപ്പർട്ടി ഉണ്ട്, ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ഉണ്ട്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തത് ജോമെട്രിക് പ്രോപ്പർട്ടി ഉണ്ട്, ഫ്ലോ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ സ്പീഡ് ആയിരിക്കും, റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ഉള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ കുറച്ച് ഞാൻ ടെക്സ്റ്റ് ബുക്സ് എന്നുള്ളൊരു 3 എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് പ്രോബ്ലം. ഇതിൽ നമുക്ക് ഇപ്പോൾ ഏതൊക്കെ റിപ്പീറ്റിംഗ് വേരിയബിളായി സെലക്ട് ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി ജിയും എച്ചും ഉണ്ട് ഇവിടെ. പക്ഷേ ഇവിടെ 2 ക്വാണ്ടിറ്റിയേ വന്നുള്ളൂ. അപ്പോൾ ഇതിൽ എന്തൊക്കെയായി? ഇതിൽ നമുക്കറിയാം ജി എന്ന് പറഞ്ഞാൽ ഫ്ലോ പ്രോപ്പർട്ടി ഉണ്ട്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിനെന്തുണ്ട്? അല്ലെങ്കിൽ ഹൈറ്റോ അല്ലെങ്കിൽ ഹെഡോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെന്തുണ്ട്? ജോമെട്രിക് പ്രോപ്പർട്ടി ഉണ്ട്. ജോമെട്രിക് പ്രോപ്പർട്ടി ആയി, ഫ്ലോ പ്രോപ്പർട്ടി ആയി. ഇനി നമുക്ക് ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ഉള്ള ഒരാളെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരാളും കൂടിയും വേണം. അപ്പോൾ നമ്മൾ ഈ ഡയമെൻഷൻലെസ് ടേംസിൻ്റെ ഡിനോമിനേറ്റർ അനലൈസ് ചെയ്യുന്നു. എച്ച് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തതാണ്, അപ്പോൾ അതിന് സെലക്ട് ചെയ്യാൻ പറ്റില്ല. റോ ഇവിടെ ഉണ്ട്. ഓക്കെ, വി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ജി എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മൾ ഒരു ഫ്ലോ പ്രോപ്പർട്ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ ഇനി അത് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? റോ ആണ്. ഓക്കെ, അപ്പോൾ റോ ആണോ മ്യൂ ആണോ എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല, കാരണം ഇവിടെ റോ ആണ് ഡിനോമിനേറ്റർ ഉള്ളത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നമ്മളുടെ ചോയ്സ് എന്ന് പറയുന്നത്, റിപ്പീറ്റിംഗ് വേരിയബിളിൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ജിയും എച്ചും റോ ആയിരിക്കും ഈ പ്രോബ്ലത്തിൽ. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ്റെയും കാര്യമില്ല. ഡിയും എന്നും റോയും ഇവിടെ ഉണ്ട്. ഈ ഫൈ എന്ന് പറഞ്ഞാൽ വേരിയബിൾ അല്ല കേട്ടോ, ഫൈ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനാണ്, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഡിയും എന്നും റോ ആണ് നമ്മളെ ചോയ്സ്. അതിൽ നമ്മൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? എസ് ജോമെട്രിക് പ്രോപ്പർട്ടി ഉണ്ട്, എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ സ്പീഡ് ആയിരിക്കും, അപ്പോൾ അത് ഫ്ലോ പ്രോപ്പർട്ടി ഉണ്ട്, റോ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് പ്രോബ്ലം നോക്കൂ. ലാസ്റ്റ് പ്രോബ്ലത്തിൽ ഇവിടെ അഗൈൻ ഈ പ്രോബ്ലം പോലെയാണ്. ഇവിടെ 2 ക്വാണ്ടിറ്റീസ് ഉള്ളൂ, പക്ഷേ നമുക്ക് 3 റിപ്പീറ്റിംഗ് വേരിയബിൾസ് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്നും ഡിയും ആയി, ഞാൻ ചൂസ് ചെയ്തു. ഇനി നമുക്ക് ഏത് ചൂസ് ചെയ്യും? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് അനലൈസ് ചെയ്യുന്നു. ഡിനോമിനേറ്റേഴ്സിൽ എന്തൊക്കെ കോമൺ ആയിട്ടുള്ളത്? എന്നും ഡിയും അല്ലാതെ ഇവിടെ റോ ഉണ്ട്, ഇവിടെയും റോ ഉണ്ട്, ഇവിടെയും റോ ഉണ്ട്. എല്ലായിടത്തും വരണമെന്നൊന്നുമില്ല കേട്ടോ. ഓക്കെ, എല്ലായിടത്തും ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാൻ പറ്റുമെന്നല്ല, കൂടുതൽ എണ്ണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും വരുന്നത് ചൂസ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ വേറൊരു വേരിയബിൾ ഉണ്ട് എന്ന് ഇരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതാണോ എടുക്കേണ്ടത് കൺഫ്യൂഷൻ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കോമൺ ആയിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ 3 കോമൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ ചോയ്സ് എന്ന് പറയുന്നത് ആരാണ്? റോ ആയിരിക്കും, 3ാമത്തെ റിപ്പീറ്റിംഗ് വേരിയബിളിൻ്റെ ചോയ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് റിപ്പീറ്റിംഗ് വേരിയബിൾസ് സെലക്ട് ചെയ്യാൻ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പറ്റുന്നതാണ്. ബാക്കി ബക്കിംഗ്ഹാം പൈ തിയറം എങ്ങനെ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർ എൻ്റെ പാർട്ട് സീൻ്റെ റിവിഷൻ ലെക്ചർ കാണുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു പോർഷനാണിത്. Okay, don't miss it. Okay, so if you found this lecture useful, consider subscribing my channel and click the bell icon for getting further updates, and don't forget to share it with your friends so that they can also learn online. Thank you for watching.